കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, വെൽക്കം ടു ലേൺവൈസ്. ഇന്ന് നമ്മൾ BA സൈക്കോളജി ഫസ്റ്റ് ഇയർ പ്രോഗ്രാമിന്റെ ഒരു കോർ ഇമ്പോർട്ടന്റ് പേപ്പർ ആയിട്ടുള്ള BPCC 102, അതായത് ബയോ സൈക്കോളജിയുടെ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഫസ്റ്റ് ഇയർ പ്രോഗ്രാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ പേപ്പർ ആണ് ബയോസൈക്കോളജി. ബയോസൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബയോളജിയുടെയും അതുപോലെ തന്നെ സൈക്കോളജിയുടെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. ഈ ഒരു പേപ്പറിന്റെ നമുക്ക് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു എക്സാം ഓറിയന്റഡ് ഒരു സെഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ടേം ആൻഡ് എക്സാമിനേഷനിൽ നമുക്കറിയാം വർഷത്തിൽ 2 പ്രാവശ്യം ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ആ വർഷങ്ങളിൽ, അതായത് റീസെന്റ് വർഷങ്ങളിൽ നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷനിൽ ചോദിച്ച ഹൈ ഈൽഡഡ് ടോപ്പിക്സുകളും റെക്കറൻഡിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യാനും നിങ്ങളുടെ റിവിഷനിന് കുറച്ചും കൂടെ സപ്പോർട്ട് ചെയ്യാനുമാണ് ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലബസ് മാപ്പിംഗ് ആണ്. അതായത് ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള നമ്മളുടെ യൂണിറ്റ് വൈസ് ബ്ലോക്കിൽ നമുക്ക് ഓരോ അറിയാം, നമ്മളെ സബ് ഡിവൈഡ് ചെയ്തിട്ട് യൂണിറ്റ്സും അതിൽ സബ് ടോപ്പിക്സുകളും ഉണ്ടാവും. അപ്പൊ അത് അത്രയും കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് നമ്മൾ പ്രീവിയസ്ലി ചോദിച്ചത്, അതിൽ ഏത് യൂണിറ്റിലാണ് ഏത് സബ് ടോപ്പിക് ആണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്തത്, ഏറ്റവും കൂടുതൽ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ ഒരു സിലബസ് മാപ്പിംഗ് നമ്മൾ ഫസ്റ്റ് നടത്തും. അതിനുശേഷം എക്സാം പാറ്റേൺ അനാലിസിസും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതായത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ്, അതുപോലെ തന്നെ ഇവോൾവിംഗ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചറും റീസെന്റ് ടൈംസിലുള്ള ഒരു ട്രെൻഡും ഒക്കെ നമുക്ക് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്തത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. അതായത് നമുക്കറിയാം നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷനിൽ ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില ഏരിയാസ് ഒരു മസ്റ്റ് നോ ഏരിയാസ് ആയിട്ട് ഉണ്ടാവും. അതായത് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഏരിയാസ് ഉണ്ടാവും. അപ്പൊ അത്തരം ഏരിയാസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്തിട്ട് ഇമ്പോർട്ടന്റ് ആക്കിയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ഏരിയാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആണ്. അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ജൂൺ 2025 നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതലും വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ഏരിയാസും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾക്കൊരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഇതിന്റെ അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ തരുന്ന സമയത്ത് നിങ്ങൾ അതിന് ആൻസർ ചെയ്ത് നോക്കുക. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് നമ്മളുടെ ആപ്പിലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ആൻസേഴ്സ് ചെയ്ത് നോക്കിയതിന് ശേഷം ആൻസർ കീ ആയിട്ട് ഒന്ന് ഡബിൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ ആൻസർ കീയും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമും ആപ്പിലാണ് കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് മാത്രമായിരിക്കും. പിന്നെ നമ്മൾ മെത്തഡോളജി കോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. അതായത് BPCC 102യുടെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ലേറ്റസ്റ്റ് സിലബസിന്റെ ആ ഒരു മെത്തഡോളജി എങ്ങനെയാണ്, ക്രോസ് റെഫറൻസ് ആയിട്ടുള്ള ട്രെൻഡിന്റെ റിലയബിലിറ്റി എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്കുള്ള ടേക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ തന്നെയായിരിക്കും നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നുണ്ടാവുക. അപ്പൊ ഇതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിവിഷൻസ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി നിങ്ങളുടെ ബയോസൈക്കോളജി എന്നുള്ളൊരു പേപ്പറിൽ ടേം ആൻഡ് എക്സാമിനേഷനിൽ ഒരു ഹൈ മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മാക്സിമം ഉള്ള മെറ്റീരിയൽസ് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ പൊട്ടൻഷ്യലും വെച്ചിട്ട് നിങ്ങൾ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഹൈ സ്കോർ തന്നെ ബയോസൈക്കോളജിയിൽ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ സിലബസ് മാപ്പിംഗിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം 4 ബ്ലോക്കുകളാണ് നമുക്കുള്ളത് ബയോസൈക്കോളജിയിൽ. അപ്പൊ 4 ബ്ലോക്കിൽ ഓരോ ബ്ലോക്കിന്റെ ഒരു വെയിറ്റേജ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഒരു ബാർ ചാർട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗ്ലാൻസിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ബ്ലോക്ക് 2ന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്. സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ബ്ലോക്ക് 1 ആണ്. ആൻഡ് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കമ്പയറിംഗ് ടു ബ്ലോക്ക് 1. പിന്നെ ഒരു തേർഡ് ഇമ്പോർട്ടൻസ് ബ്ലോക്ക് 4നും
കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് കുറവ് കണ്ടുവരുന്നത് ബ്ലോക്ക് 3യിൽ നിന്നുമാണ്. ഇനി നമ്മളൊരു ഹീറ്റ് മാപ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഗ്ലാൻസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് ബ്ലോക്കിലുള്ള ഏത് യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഗ്ലാൻസിൽ നോക്കി മനസ്സിലാക്കാൻ പറ്റേണ്ട ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇത്. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഒരു ഗ്ലാൻസ്, ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു ഹീറ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്ക് കുറച്ചും കൂടെ ടോപ്പിക് വൈസ്, ബ്ലോക്ക് വൈസ് ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ഓവർവ്യൂയിലേക്ക് വരാം. നമുക്ക് ഫസ്റ്റ് ബ്ലോക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1 ഫസ്റ്റ് യൂണിറ്റ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി 8 പ്രാവശ്യമാണ് ചോദിച്ചത്. മീഡിയം ഇമ്പോർട്ടൻസ് ആണ് ആ ഒരു ടോപ്പിക്കിനുള്ളത്. പിന്നെ ചോദിച്ചത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 തന്നെ ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജി 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ലോ ആണ് റിലവൻസ്, പക്ഷെ സ്റ്റിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 4 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി ആണ്. അത് 11 പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് തന്നെ ഹൈ റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് മെത്തേഡ്സ് ടു ബയോസൈക്കോളജി, മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി എന്നുള്ള ആ ഒരു ടോപ്പിക്ക്. അതിനുശേഷം വരുന്നതാണ് ന്യൂറോ ഇമേജിനിങ് ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ഏരിയ. അത് 7 പ്രാവശ്യമാണ് നമ്മൾ ചോദിച്ചത്. മീഡിയം റെലവൻസ് ആണുള്ളത്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ഏരിയ ആണ് ബ്ലോക്ക് 1 തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത്. അതൊരു 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു മീഡിയം റെലവൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ ഹൈ റെലവന്റ് ആയിട്ടുള്ള ഏരിയാസ് കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ലോ ഏരിയ എന്ന് പറയുന്ന സമയത്ത്, റെലവൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മളത് അവോയ്ഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. നമ്മളത് പഠിക്കുമ്പോൾ അതിന്റെ പോയിന്റ്സുകളൊക്കെ എഴുതി നമ്മളൊരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നമുക്ക് എക്സാമിന്റെ ഒരു ഓറിയന്റഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഇത് സഹായിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് നമ്മളുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നമ്മൾ തീരെ ഒട്ടും അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏരിയ തന്നെയാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1. അത്രയും ഇമ്പോർട്ടന്റ് ഏരിയാസ് ചോദിച്ച ഒരു യൂണിറ്റ് തന്നെയാണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഉള്ളത്. കാരണം ഒരുപാട് നിങ്ങൾക്ക് ഇത് തന്നെ നോക്കിയാൽ കാണാം, ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് 1 യൂണിറ്റ് 1 തന്നെ ചോദിച്ചത്. പിന്നെ നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 2 പോയി കഴിഞ്ഞാൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ന്യൂറോൺ 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതേ ഇമ്പോർട്ടൻസ് തന്നെയാണ് സിനാപ്റ്റിക് ട്രാൻസ്മിഷനും ന്യൂറോ പ്ലാസ്റ്റിസിറ്റിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ടോപ്പിക്സുകളുണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക്സ് അത്രയും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്സ് തന്നെയാണ്. പിന്നെ ഉള്ളത് ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്ന സമയത്ത് സ്പൈനൽ കോഡിനെ പറ്റിയിട്ടുള്ള നമുക്ക് ആ ഒരു ഏരിയ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ സ്പൈനൽ കോഡും 12 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. റീസെന്റ് ചോദിച്ച ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിന്യൂസ്ലി നമുക്ക് സ്പൈനൽ കോഡിനെ പറ്റിയിട്ട് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അത്രയും ഇമ്പോർട്ടൻസ് തന്നെ ഈ ഹൈ റിലവന്റ് ഏരിയാസിന് നിങ്ങൾ കൊടുക്കുക. പിന്നെ വരുന്ന നമ്മുടെ ബ്ലോക്ക് 2 തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ബ്രെയിൻ. നമുക്കറിയാം ഫോർ ബ്രെയിൻ ലോബ്സുകളെ പറ്റിയിട്ടൊക്കെ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്. അത് നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഹൈ റെലവൻസ് ആണ്. 15 പ്രാവശ്യമായിട്ട് ഇത് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് ബ്ലോക്ക് 2 CNS ഡിസോർഡേഴ്സിനെ പറ്റിയിട്ടാണ്. അതും ഹൈ ചാൻസ് ആണ്. 10 പ്രാവശ്യമാണ് ചോദിച്ചത്. പിന്നെ ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 4 ക്രാനിയൽ നെർവ്സിനെ പറ്റിയിട്ട് ചോദിക്കുന്നുണ്ട്. ക്രാനിയൽ നെർവ്സിനെ പറ്റിയിട്ട് 9 പ്രാവശ്യമാണ് ചോദിച്ചത്. അത് മീഡിയം റെലവൻസ് ആണ് അതിനുണ്ടാവുക. പിന്നെ ബ്ലോക്ക് 2 തന്നെ ഏറ്റവും ഫോർത്ത് ആയിട്ടുള്ള ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ടുള്ളതാണ്. അതും ഏറ്റവും ഹൈ ഇന്റൻസിറ്റി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. ഇനി ബ്ലോക്ക് 3 വരുവാണെങ്കിൽ ഹെമിസ്ഫിയർ സ്പെഷ്യലൈസേഷൻസും അതുപോലെ തന്നെ സ്പ്ലിറ്റ് ബ്രെയിൻ കാര്യങ്ങളൊക്കെ 10 പ്രാവശ്യം 8 പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും റെലവൻസ് നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ എഴുതി പ്രിപ്പയർ ചെയ്യണം. നിങ്ങൾക്ക് ഇത് 10 മാർക്കിന്, അതായത് ഹയർ മാർക്സിനും ചോദിക്കാം, അതുപോലെ തന്നെ ലോവർ മാർക്സിനും ഈ സെയിം ടോപ്പിക്കുകൾ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്ത ബ്ലോക്ക് 3 തന്നെ ബ്രെയിൻ ലാറ്ററലൈസേഷൻ മെത്തേഡ്സ് ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. 5 പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ദർ ആർ ചാൻസസ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ബ്ലോക്ക് 4 വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഏരിയാസ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. അതിലൊന്ന് ഹോർമോൺസ് ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻസിനെ പറ്റിയിട്ടാണ്. അത് ഹൈ റെലവെന്റ് ആണ്. നമ്മുടെ ബ്രെയിൻ പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിൽ എൻഡോക്രൈനും ഹോർമോൺസിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഏരിയ ആണ്. പിന്നെ വരുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റിയിട്ടുള്ളതാണ്. 8 പ്രാവശ്യമാണ് ചോദിച്ചത്. ആൻഡ് നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രീനൽ ഗ്ലാൻഡും അതുപോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻസിനെ പറ്റിയിട്ടൊക്കെയാണ് വന്നത്. അത് 7 പ്രാവശ്യം 5 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ മീഡിയം റെലവൻസ് ആണ്. ഇപ്പൊ മീഡിയം റെലവൻസ് ഹൈ റെലവൻസ് ഒക്കെ കേൾക്കുമ്പോൾ ഹൈ റെലവൻസ് ഏരിയാസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനും
മീഡിയം ഏരിയാസ്, അതായത് മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് ഹൈ ചാൻസസ്, അതായത് നിങ്ങൾക്ക് വരുന്ന എക്സാംസിന് വരാനും സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരം ഇവിടെ നോട്ട് ചെയ്ത ആ ഒരു ഏരിയാസ് എങ്കിലും നിങ്ങൾ തറോ ആയിട്ട് പഠിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്കൊരു കീ ഇൻസൈറ്റ്, നമുക്ക് ഈ ഒരു ചാർട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കീ ഇൻസൈറ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഹൈ ഈൽഡ് ടോപ്പിക്സുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ സ്ട്രക്ചേഴ്സ് തന്നെയാണ്. മോസ്റ്റ്ലി എല്ലാ സീസൺസിലും അപ്പിയർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് പറയുന്ന ഒരു ഏരിയ ആണ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ന്യൂറോൺ അല്ലെങ്കിൽ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞ ഏരിയാസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് അവിടെ ന്യൂറോൺസിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ ന്യൂറോൺസിന്റെ ആ ഒരു ഡയഗ്രാമും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ സിനാപ്റ്റിക് ട്രാൻസ്മിഷനും അത്രയും ഇമ്പോർട്ടൻ്റ് തന്നെ ആയിട്ട് ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു ഡയഗ്രാംസ് എല്ലാം ആഡ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റവും എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചത് നമുക്ക് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ കാര്യങ്ങളെ പറ്റിയിട്ട് തന്നെയാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനൊക്കെ പറ്റി പറയുന്ന സമയത്തൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അതിന്റെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ ഹോർമോൺസ് ഏതൊക്കെയാണെന്നും അതിന്റെ ലൊക്കേഷൻ ഏതൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതിന്റെ ഫങ്ഷൻസ്, അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അത് ഏതൊക്കെ ഹോർമോൺസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോങ് എസ്സേ, ഷോർട്ട് എസ്സേ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിനെ തരംതിരിക്കാം. അതായത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങൾക്കറിയാം ഒരു 50 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അതിൽ നമുക്ക് 2 മണിക്കൂറാണ് കിട്ടുക. അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ നമുക്ക് എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫോർമാറ്റുകൾ ചോദിക്കുന്നുണ്ട് എന്നുള്ളത് നോക്കാം. നമുക്ക് ഏറ്റവും ഫസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ മാർക്ക് സെക്യൂർ ചെയ്യുന്നത് ലോങ് എസ്സേസിന് തന്നെയാണ്. 8 മുതൽ 10 മാർക്കാണ് ആ ലോങ് എസ്സേസിന് ഉണ്ടാവുക. 250 മുതൽ 350 വേർഡ്സ് വരെ നിങ്ങൾ അതിന് എഴുതണം. നെക്സ്റ്റ് വരുന്നത് ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് ആണ്. അത് ടിപ്പിക്കലി 4 മുതൽ 6 ക്വസ്റ്റ്യൻസ്, 6 മാർക്ക് വരെ നിങ്ങൾക്ക് അത് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. 120 മുതൽ 200 വേർഡ്സ് വരെ നിങ്ങൾക്ക് ആ ഒരു വേർഡ് കൗണ്ട് ആയിട്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത്രയും ആൻസേഴ്സ് എഴുതണം. പിന്നെ ഉള്ളത് ഡയഗ്രാം ബേസ്ഡ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വിത്ത് ഫിഗർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അതിന് 4 മുതൽ 8 മാർക്ക് തന്നെയാണ് ഉണ്ടാവുക. 120 മുതൽ 250 വേർഡ്സ് വെച്ചിട്ടും ഒരു ഡയഗ്രാം അത് ലേബിൾ ചെയ്തിട്ടും നിങ്ങൾ പ്രസന്റ് ചെയ്യണം. ഓക്കെ. പിന്നെ വരുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പാരിറ്റേറ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ, അതായത് ഡിഫറൻസുകളും കാര്യങ്ങളും ഒക്കെ പറയുന്ന, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിൾ ഫോർമാറ്റിലും കൊടുക്കാം, അതല്ലെങ്കിൽ 2 ഹെഡിങ്സ് ആക്കിയിട്ടും നിങ്ങൾക്ക് ഇത് ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അത് 5 മുതൽ 8 മാർക്കിന് വേണ്ടിയാണ് ചോദിക്കുക. 200, 250 വേർഡ്സിലൊക്കെ ഒതുക്കിയിട്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഡെഫിനിഷൻ ഓർ ഡയറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതായത് ഏറ്റവും ചെറിയ ഷോർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് 3 മാർക്കിനോ 4 മാർക്കിനോ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 80 മുതൽ 120 വേർഡ്സിന് മാക്സിമം എഴുതാൻ വേണ്ടി നോക്കുക. ഇതിൽ നിങ്ങൾ ഡെഫിനിഷൻസും കാര്യങ്ങളും മാത്രം ഏറ്റവും പ്രിസൈസ് ആയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ റാർലി അല്ലെങ്കിൽ വളരെ റയർ ആയിട്ട് കാണുന്ന ഒരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. 5 മുതൽ 6 മാർക്കിന് വരെയാണ് നമുക്ക് ചോദിച്ചതായിട്ട് കണ്ടുള്ളത്. 150 മുതൽ 200 വേർഡ്സ് വരെ ചോദിക്കാൻ ആ ഒരു തരത്തിൽ വേണം നിങ്ങൾ ആൻസേഴ്സ് എഴുതാൻ. ഇനി ക്വസ്റ്റ്യൻ ഫോർമാറ്റിന്റെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇതിൽ ഗോ ത്രൂ ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടാണ് ലോങ് എസ്സേസിൽ ആൻസർ അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. എക്സ്പ്ലനേഷൻ കൊടുക്കണം, ഇല്യൂസ്ട്രേഷൻ കൊടുക്കണം, ആൻഡ് ഓൾസോ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ കോൺസെപ്റ്റും ഇവിടെ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്സ് ഈ ലോങ് എസ്സേസ്
വരുന്ന സമയത്ത് നിങ്ങൾ ചോദിക്കാം. നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്താൽ അതൊരു പ്ലസ് ആണ്. പിന്നെ ഷോർട്ട് നോട്ട് എന്ന് പറയുന്ന സമയത്തേക്ക് നമ്മൾ ഒരു കൺസൈസ് ആയിട്ടുള്ള നോളജിലുള്ള ഒരു കൈൻഡ് ഓഫ് ആൻസേഴ്സ് ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് അധികം വലിച്ചു വാരാതെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ, അതിനെന്താണോ അതിന്റെ സബ് ടോപ്പിക്സുകളും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കൂടുതലായിട്ടും ആ ഒരു ടോപ്പിക് ഓറിയന്റഡ് ആയിട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. 4 മുതൽ 6 മാർക്കിന് 120-200 വേർഡ്സ് ആണ് ഇതാക്കുന്നത്. ഇവിടെ അവർക്ക് വേണ്ടത് ഒരു ക്ലാരിറ്റി ആൻഡ് ഓൾസോ ഒരു പ്രിസൈസ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ആൻസർ ആണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഒരു ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്തേക്ക് അവര് ഒരു ഡയഗ്രവും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവും. അതിന്റെ കൂടെ തന്നെ നമ്മൾ ചുമ്മാ ഒരു ഡയഗ്രാം വരച്ചാൽ പോരാ, ഡയഗ്രാം കറക്റ്റ് ആയിട്ട് ലേബിൾ ചെയ്യണം. അതായത് കറക്റ്റ് പാർട്സ് ലേബിൾ ചെയ്യുന്ന രീതിയിൽ വേണം ഡയഗ്രാംസ് വരച്ചിട്ട് ചെയ്യാൻ. ആൻഡ് ഡയഗ്രാംസിന്റെ കൂടെ തന്നെ നമ്മൾ വേണമെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ, ഫോർ എക്സാമ്പിൾ ന്യൂറോൺസ് ആണെങ്കിൽ ന്യൂറോൺസിന്റെ ഓരോ പാർട്സ്, അതായത് ന്യൂറോൺസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ് എവിടെയാണ്, അതിന്റെ ആക്സോൺ എവിടെയാണ്, ഡെൻഡ്രോൺ എവിടെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ വരച്ചതിന് ശേഷം ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അടുത്തത് ഒരു കമ്പാരാറ്റീവ് ഡിസ്റ്റിങ്ഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കുവാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാതെ, ഫോർ എക്സാമ്പിൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു കമ്പാരിസൺ നിങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേബിൾ എന്നുള്ള രീതിയിൽ രണ്ടും വരച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 സബ് ഹെഡിങ്സ് കൊടുത്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കമ്പാരറ്റീവ് ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ആൻസർ ചെയ്യാം. പിന്നെ അടുത്ത മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് 2 തന്നെയാണ്. ബ്ലോക്ക് 2 36 ആവറേജ് മാർക്സ് ആണ് പെർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ട് നമുക്ക് ചോയ്സായിട്ട് കണ്ടുള്ളത്. അപ്പോൾ ടോട്ടലി ഒരു 100% നോക്കുവാണെങ്കിൽ 36% ബ്ലോക്ക് 2 നിന്നാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ബ്ലോക്ക് 1 ആണ്, 24% ആണ്. അതിന് തൊട്ട് താഴെ തന്നെ ബ്ലോക്ക് 4 ഉണ്ട്, 22% ആണ്. ആൻഡ് ലീസ്റ്റ് പെർസെൻറ്റേജ് വരുന്നത് നമ്മുടെ ബ്ലോക്ക് 3 തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒരു വിഷ്വൽ എക്സ്പ്ലനേഷൻ ആണ്. ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റ് ഏതൊക്കെ രീതിയിലാണ്, അല്ലെങ്കിൽ എത്രയൊക്കെ എസ്സേസ്, എത്രയൊക്കെ ഷോർട്ട് എസ്സേസും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ലോങ് ഫോർമാറ്റിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചത് 44 മുതൽ 46 പ്രാവശ്യം വരെ കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ട് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്ന ഒരു, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ലോങ് എസ്സേസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസും എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. പക്ഷെ കുറച്ചും കൂടെ റെലവൻസ് കുറവാണ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസിന്. പിന്നെ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു കമ്പാരിറ്റീവ് അല്ലെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ കുറവായിട്ടേ ചോദിച്ചിട്ടുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടന്റ് ലോങ് എസ്സേസും ഷോർട്ട് നോട്ട്സും അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെഫിനിഷൻ വരുന്ന 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആണ്. പിന്നെ പ്രിപ്പറേഷൻ ടിപ്പ് ഇവിടുന്ന് പറയുവാണെങ്കിൽ, നമുക്ക് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂറാണ്, ഇവിടെ 3 മണിക്കൂറിന് കൊടുത്തത്. അത് തെറ്റാണ് കേട്ടോ. 2 മണിക്കൂറാണ് നമുക്ക് എക്സാം ഉണ്ടാവുക. അതിൽ 50 മാർക്കിനാണ് നമുക്ക് ടോട്ടൽ ചോദ്യങ്ങൾ വരിക. അപ്പൊ ആ ഒരു ചോദ്യത്തിന് നമ്മൾ മാക്സിമം സ്കോർ ചെയ്യേണ്ട ആ ഒരു ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. കാരണം 50 മാർക്കിന് ചോദിക്കുന്ന സമയത്ത് 10 മാർക്കിനുള്ള ലോങ് എസ്സേസ് ചോദിച്ചു കഴിഞ്ഞാൽ ആ കറക്റ്റ് 10 മാർക്കിനുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. നിങ്ങൾ അതിന്റെ അപ്പുറത്തോട്ടേക്ക് ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അപ്പുറത്തോട്ടേക്കുള്ള ഒരു മാർക്കൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ മാക്സിമം നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തിനുള്ള ആ ഒരു വേർഡ് ലിമിറ്റ് നോക്കിയിട്ട് ആൻസർ ചെയ്താൽ വേണ്ടി നോക്കുക. അതേപോലെ തന്നെയാണ് ഷോർട്ട് നോട്ട്, ഏറ്റവും കൂടുതൽ പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഡയഗ്രാം ബേസ്ഡും അതുപോലെ തന്നെ പിക്ചർ വരച്ച് ഡയഗ്രാം വരച്ച് അതിനെപ്പറ്റി ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു കമ്പാരേറ്റീവ് അല്ലെങ്കിൽ ഒരു പിന്നെ എന്താണ് നമ്മളൊരു ഡിഫറൻസും കാര്യങ്ങളും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പോയിന്റ് വൈസോ ടേബിൾ വൈസോ നമുക്ക് മാർക്ക് പിന്നെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ നല്ലത് ടേബിൾ ആയിട്ട് കൊടുക്കുന്നതാണ്. ഒരു ഡിഫറൻസും സിമിലാരിറ്റിയും ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നല്ലത് ടേബിൾ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ വരുന്നത് നമുക്കൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓരോ അനാലിസിസ് ചെയ്യാം. അതായത് ഓരോ ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് ഉള്ള ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഏറ്റവും റെക്കറന്റ് ആയിട്ട് ചോദിച്ചത് എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് സ്പൈനൽ കോഡ് ആണ്. വളരെ റീസെന്റ് ടൈംസിൽ തന്നെ 9 പ്രാവശ്യമാണ് ഇത് ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി 8 പ്രാവശ്യം. ഡിസ്ക്രൈബ് ദ പാറ്റേൺസ്, ടൈപ്സ്
and functions of cranial nerves 8 പ്രാവശ്യം. Explain the structure and function of a neuron with illustration. അതായത് ഡയഗ്രാം കൂടെ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് 8 പ്രാവശ്യമാണ് ചോദിച്ചത്. പിന്നെ explain the steps of synaptic transmission 7 പ്രാവശ്യം. Differentiate between somatic and autonomic nervous system 7 പ്രാവശ്യം. Write short notes on neuroplasticity 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ describe the function and structure of pituitary gland 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ബ്രെയിനിന്റെ സ്പ്ലിറ്റും അതുപോലെ തന്നെ Mears and Sperry's എക്സ്പെരിമെന്റും 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ലോബ്സ് ആൻഡ് സെറിബ്രൽ കോർട്ടെക്സ് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഫ്രീക്വൻസി ടേബിൾ ആണ് ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ വന്ന ഏരിയാസ് അപ്പിയർ ചെയ്ത ആ ഒരു മാർക്കും ആവറേജ് മാർക്ക്, അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ന ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ്. ഇനി അത് എത്രത്തോളം മാർക്സിന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റത്തെ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ, ഏറ്റവും കൂടുതൽ ചോദിച്ച ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സ്പൈനൽ കോഡിനെ തന്നെയാണ്. ഒരു 8.2 മാർക്ക്, അതായത് ഏറ്റവും ഹയർ മാർക്ക് ചോദിച്ചത് സ്പൈനൽ കോഡിന്റെ ആ ഒരു സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ ഉള്ള ഏരിയ തന്നെയാണ്. പിന്നെ വരുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി 7.6 മാർക്കിനാണ് ചോദിച്ചത്. ടൈപ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ക്രേനിയൽ നെർവ്സ് 7.8. സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ന്യൂറോൺസിന്റെ ഇല്യൂസ്ട്രേഷൻ 8.1 മാർക്സിന് ഒരു ആവറേജ് എടുത്ത് നോക്കുവാണെങ്കിൽ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരം ഏരിയാസിൽ നല്ല പോയിന്റ്സുകളും കാര്യങ്ങളൊക്കെ എഴുതി ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് ഈ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്തിട്ട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ഹയർ മാർക്ക്, അതായത് ഒരു 10 മാർക്കിനുള്ള ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാനുള്ള പോയിന്റ്സ് നിങ്ങളെ കയ്യിൽ എടുത്തിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പിന്നെ ഉള്ളത് സ്റ്റെപ്സ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, സൊമാറ്റിക് ആൻഡ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, അതുപോലെ തന്നെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് എക്സാംസിന്. അതിനനുസരിച്ചിട്ടുള്ള മാർക്സും ഉണ്ട്. ഒരു 10 to 6 എന്നുള്ള ഒരു ആവറേജിലാണ് ഈ ഏരിയാസ് പോകുന്നത്. പിന്നെ ഉള്ളത് ലോബ്സ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സും അതുപോലെ സ്പ്ലിറ്റ് ബ്രെയിൻ സ്റ്റഡീസും, അതൊക്കെ നമുക്കൊരു 6 പ്രാവശ്യം ചോദിച്ചതായിട്ട് കാണുന്നുണ്ട്. ഒരു 6 പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് തന്നെ ഇത് ലോങ് എസ്സേസിലല്ല ചോദിച്ചത്, ഒരു ഷോർട്ട് എസ്സേ, അതായത് 6 മാർക്സിനൊക്കെയാണ് നമുക്ക് ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇതൊരു വിഷ്വൽ പൈ ചാർട്ട് ആണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ചോദിച്ച വർഷങ്ങളെ, അതായത് 2021 to 2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു സ്റ്റഡി തന്നെയാണ്. നിങ്ങൾക്കൊരു 61% ഓഫ് മെയിൻ ക്വസ്റ്റ്യൻസ് പാസ്റ്റ് 10 കൊല്ലത്തിൽ എടുത്തു കഴിഞ്ഞാൽ ടോപ്പ്, അതിൽ ഏറ്റവും ഒരു 10 എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് 61% റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ചോദിച്ച ഒരു പേപ്പറാണ് ബയോസൈക്കോളജി. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു അനാലിസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇത്തരം ഏരിയാസ് ഇമ്പോർട്ടന്റ് ആണ്, ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഒരു സ്ട്രാറ്റജിക് അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് മെയിൻലി എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് വിത്ത് ടൈമർ, അതായത് ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇഷ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ആൻസർ ചെയ്യുന്ന മുമ്പേ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടൈമർ വെച്ചിട്ട് സെറ്റ് ചെയ്യുക. എക്സാം കണ്ടീഷൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ട, ആൻസർ എഴുതേണ്ട ആ ഒരു സ്പീഡൊക്കെ കണക്കാക്കിയിട്ട് നിങ്ങൾ എപ്പോഴും ഒന്ന് ടൈമർ വെച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. പിന്നെ അതുപോലെ തന്നെ യൂസ് ഡയഗ്രാംസ്. നമുക്കറിയാം ബയോസൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ബയോളജി കൈൻഡ് ഓഫ് പേപ്പറാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ന്യൂറോൺസ്, സ്പൈനൽ കോഡ്സ്, ബ്രെയിനിലുള്ള ലോബ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുവാണെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് വിത്ത് ഡയഗ്രാംസ്, അതായത് ഡയഗ്രാംസ് വരച്ച് അത് മാർക്ക്, അതിന്റെ ഏരിയാസ് ലേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്സ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. അല്ലാതെ നമ്മൾ കുറേ കാര്യങ്ങൾ വലിച്ചു വാരി എഴുതുന്നതിലും നല്ലത് പെട്ടെന്ന് ഒരു പിക്ചർ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സമയവും ലാഭമാണ്, മാർക്ക് വേഗം കിട്ടാനും സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ആൻസേഴ്സ് എഴുതുന്നതിന് മുന്നേ പ്രാക്ടീസ് ചെയ്യുക, അതായത് നല്ല രീതിയിൽ ആ ഒരു ടൈം കൺസൈൻസിൽ
മാക്സിമം ആൻസേഴ്സ് പൊള്ളിച്ച് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇനി നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ബയോസൈക്കോളജി തന്നെയാണ്. 80% ഓഫ് ചാൻസ് ഉണ്ട്. ഹൈ കാറ്റഗറി ആണ്. അത് 8 പ്രാവശ്യം 10 പേപ്പർ എടുത്തു കഴിഞ്ഞാൽ 8 പ്രാവശ്യം ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി ആണ്. ഹൈ റെലവൻസ് ആണ്. 70% പ്രോബിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ന്യൂറോൺസ് ഏറ്റവും ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. 80% നമുക്ക് ചോദിക്കാം എന്നുള്ള രീതിയിൽ പറയാം. പിന്നെ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ 70% ഇമ്പോർട്ടന്റ് തന്നെയാണ്. സ്പൈനൽ കോഡ് സ്ട്രക്ചർ ഫങ്ഷൻ 90% ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ബ്രെയിനിന്റെ സ്ട്രക്ചറും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ന്യൂറോൺസിന്റെ സ്ട്രക്ചറും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. ഡയഗ്രാംസ് സഹിതം പഠിച്ചു വെക്കുക മാക്സിമം. പിന്നെ ഉള്ളത് ലോബ്സ് ഓഫ് സെറിബ്രൽ കോർട്ടെക്സ് ആണ്. അതും ചാൻസ് ഉണ്ട്, പക്ഷെ സ്റ്റിൽ ചാൻസ് 60% ഉള്ളൂ. പിന്നെ സ്പ്ലിറ്റ് ബ്രെയിനും 60% ഉള്ളൂ. ഓട്ടോണോമിക് ആൻഡ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം നോക്കുവാണെങ്കിൽ അതിനും ക്രാനിയൽ നെർവ്സിനും ഏകദേശം ഒരു സിമിലർ കൈൻഡ് ഓഫ് 80-70 ചാൻസസ് നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുവാണെങ്കിൽ 70%, തൈറോയിഡ്, പാരാതൈറോയിഡ്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് വരുവാണെങ്കിൽ 60%, ന്യൂറോപ്ലാസ്റ്റിസിറ്റി നോക്കുവാണെങ്കിൽ 60%, ഡിസോർഡേഴ്സ് ഓഫ് സെൻട്രൽ നെർവസ് സിസ്റ്റം വരുവാണെങ്കിൽ 50%, പെരിഫറൽ നെർവസ് സിസ്റ്റം ആണെങ്കിൽ 40% ലോ ചാൻസ് ആണ്. അഡ്രീനൽ ഗ്ലാൻഡ്, അതുപോലെ തന്നെ റിസർച്ച് എത്തിക്സ് ഇൻ ബയോസൈക്കോളജി ആൻഡ് മെത്തേഡ്സ് ടു സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷനും ഇതൊക്കെ ലോ ചാൻസ് ആണ്. ഇത് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയണം എന്നല്ല. ഇതിലൊക്കെ ഷോർട്ട് ആൻസേഴ്സ് വരാൻ സാധ്യതയുണ്ട് ആൻഡ് ഓൾസോ ഷോർട്ട് എക്സസൈസും വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഹൈ ചാൻസ് ഏരിയാസിന് ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ലോ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ അതിനുള്ള പോയിന്റ്സും കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ ഒരു ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ്ലി സെക്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പണർ കൈൻഡ് ഓഫ് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കൺസിസ്റ്റന്റ്ലി ഒരു സെറ്റിൽ ചോദിച്ചത് സെക്ഷൻ എ എന്നുള്ള രീതിയിൽ ഒരു ഓപ്പണർ ആയിട്ടുള്ള രീതിയിലാണ് മോസ്റ്റ് ആയിട്ട് ചോദിച്ചത്. ആൻഡ് സംടൈംസ് ഇന്ന് സെക്കൻഡിലോട്ടേക്ക് വരുവാണെങ്കിൽ അത് അബ്ലേഷൻസ്, ന്യൂറോ ഇമേജിങ്, അതുപോലെ തന്നെ എത്തിക്സും കാര്യങ്ങളൊക്കെ മേർജ് ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഉള്ളത് നിയർലി ഓൾവേസ് ഇൻക്ലൂഡ്, അതായത് നമ്മളുടെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഡയഗ്രാംസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് സെക്ഷൻ എയിൽ യൂഷ്വലി ഉണ്ടാവുക. സെക്ഷൻ ബിനേക്കാളും കൂടുതൽ ഡയഗ്രാംസ്, അതായത് ന്യൂറോൺസിനെയും നമുക്ക് ബ്രെയിൻസിനെയൊക്കെ വരക്കാൻ സെക്ഷൻ എയിലാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. സ്റ്റഡി ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഒക്കേഷണലി ആണ് ഡയഗ്രത്തിന് ചോദിച്ചതായിട്ട് കണ്ടിട്ടുള്ളത്. സ്പൈനൽ കോഡ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ആൻഡ് ഫങ്ഷൻസ് ഓഫ് ലോബ്സ്, ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ലോബ്സ്, നമുക്കറിയാം ബ്രെയിനിലുള്ള ലോബ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ നമ്മൾ ഫുൾ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ PNS-ന്റെ, ക്രാനിയൽ സ്പൈനൽ നെർവ്സിന്റെ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ 6 to 8 മാർക്സിൽ നോക്കുമ്പോൾ ടേബിളർ ഫോർമാറ്റിലാണ് നമുക്കൊരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ എന്നുള്ള സ്റ്റഡി ആയിട്ട് വരുന്നത്. പിന്നെ സെറിബ്രൽ ലാറ്ററലൈസേഷനൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണുന്നുണ്ട്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ സ്ട്രക്ചറും ഒരു ഹൈ ഫേവേർഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന്റെ യൂഷ്വലി റീസെന്റ് പേപ്പേഴ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ്. പക്ഷെ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. എൻഡോക്രൈൻ ഗ്ലാൻഡ് നമുക്കറിയാം പഠിക്കുമ്പോൾ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒരു എസ് എ ടോപ്പിക് സാധ്യത ഉണ്ട്. യൂഷ്വലി എസ് എ ടോപ്പിക്കുകളാണ് വരാറ്. എസ്പെഷ്യലി നമുക്കൊരു ലാസ്റ്റ് 5 സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പിന്നെ ഡിസോർഡേഴ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റീസെന്റ് ന്യൂറോ സയൻസിന്റെ എംഫസൈസ് ചെയ്തിട്ടുള്ള ഏരിയാസ് ചോദിക്കാറുണ്ട്. പെരിഫറൽ ന്യൂറോൺസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നമുക്കൊരു 3 ഇയേഴ്സിൽ യൂഷ്വലി കാണുന്നുണ്ട്. ആൻഡ് ഓൾസോ ഓഫൺ മെൻഷൻഡ് ആസ് ബ്രീഫ്ലി ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഭയങ്കര ബ്രീഫ് ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ കൺസൈസ് ആയിട്ട് എന്താണോ ചോദിച്ചത് അതിന്റെ ഡെഫിനിഷൻ, അതിന്റെ മെയിൻ കണ്ടന്റ്, അതിന്റെ മെയിൻ സബ് പോയിന്റ്സുകളൊക്കെ ബ്രീഫ് ചെയ്തിട്ട് എഴുതാനാണ് ഈ ബ്രീഫ് ക്വസ്റ്റ്യൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ എത്തിക്കൽ ആസ്പെക്ട്സിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്ന സമയത്ത് ഭയങ്കര ബ്രീഫ് ആയിട്ട് ജസ്റ്റ് എന്താണോ ആ ഒരു കോൺസെപ്റ്റ്, എന്താണോ അതിലുള്ള ഫാക്ടേഴ്സ്, അത് മാത്രം മെൻഷൻ ചെയ്ത് പോവാം. പിന്നെ റയർലി ആണ് ഇതൊരു സെക്കൻഡ് പാർട്ട് പോലെയായിട്ട് വരുന്നത്. ഇനി ഒരു വിഷ്വൽ ഇൻഡിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ച ഏരിയാസിനെ പറ്റി. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏരിയാസിനെയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാനാണ് ഈ ഒരു ചാർട്ട് കൊടുത്തത്. ഒരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പാണിത്. ഇനി നമുക്ക് പറഞ്ഞ ആ ഒരു ഏരിയാസ് അല്ലെങ്കിൽ പ്രയോറിറ്റി ടോപ്പിക്സുകൾ ഒന്നുകൂടെ ജസ്റ്റ് പറയുന്നതാണ്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് സ്പൈനൽ കോഡാണ്, ഡയഗ്രാംസ്, അതിന്റെ ഫങ്ഷൻസ്, അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. അതായത് 10 മാർക്കിനുള്ള രീതിയിലും 5 മാർക്കിനുള്ള രീതിയിലും
നെക്സ്റ്റ് വരുന്നത് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ന്യൂറോൺസ് ആണ്. സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ ഡയഗ്രാംസും കാര്യങ്ങളും റിവേഴ്സ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ എന്താണ് ഫങ്ഷൻസ് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വരുന്ന സമയത്ത് അവിടെ ക്രേനിയൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഒരു ഫ്ലാഷ് കാർഡ് എന്നുള്ള രീതിയിലൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു എസ് എന്നുള്ള രീതിയിൽ എഴുതുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പിന്നെ മീഡിയം പ്രയോറിറ്റി ഏരിയാസ്, അതായത് ബ്രെയിനിന്റെ ലോബ്സ്, സെറിബ്രൽ കോർട്ടെക്സിലുള്ള ലോബ്സുകൾ, കാര്യങ്ങള്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി, PNS, തൈറോയിഡ്, എൻഡോക്രൈൻ, ആ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങളൊരു ടേബിൾ ഫോർമാറ്റിൽ നിങ്ങൾ പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ തൈറോയിഡ് വരുന്ന സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഒരു ലോ പ്രയോറിറ്റി ഏരിയ എന്ന് പറയുന്ന സമയത്ത് അവിടെ അഡ്രീനൽ ഗ്ലാൻഡ്, റിസർച്ച് എത്തിക്സ്, മെത്തേഡ്സ് ടു സ്റ്റഡി ബ്രെയിൻ ലാറ്ററലൈസേഷൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഷോർട്ട് നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഒരു കൺസൈസ് ആയിട്ട് എന്താണോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രെയിൻ ലാറ്ററലൈസേഷൻ എന്ന് എടുക്കുവാണെങ്കിൽ അതെന്താണ്, ആ ഒരു വാക്ക് എന്താണ്, അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് പഠിച്ചതിന് ശേഷം അതിന്റെ അണ്ടറിൽ വരുന്ന പോയിന്റ്സും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഇതാണ് നമുക്കൊരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആ ഒരു പാറ്റേൺ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതിന്റെ ആൻസർ കീ നമ്മുടെ ആപ്പിലാണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇത് ചെയ്ത് ഇതിനൊന്ന് ആൻസർ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ആപ്പിൽ കയറിയിട്ട് അതിൽ ആൻസർ കീ ജസ്റ്റ് ഒന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റി. ആൻഡ് ആൻസർ കീ വെച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഇനിയും ആഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ചെയ്യുന്ന സമയത്ത് അതൊരു ആഡ് ഓൺ ആയിരിക്കും. നമുക്ക് 2 മണിക്കൂറാണ് എക്സാം, 50 മാർക്കിനാണ് ഉണ്ടാവുക. അപ്പൊ ഫസ്റ്റ് നമുക്ക് വരുന്ന ആ ഒരു ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾ എന്തായാലും വായിച്ചു നോക്കണം. ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ് ആണ്. സെലക്ട് അറ്റ്ലീസ്റ്റ് ഫ്രം 2 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് സെക്ഷൻ, അതായത് നമുക്ക് 2 സെക്ഷൻ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു സെക്ഷൻ എന്നുള്ള രീതിയിൽ അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻ എങ്കിലും ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. 5 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്, അതായത് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്കുകളാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആൻസർ ഈച്ച് ക്വസ്റ്റ്യൻ ഇൻ 300 വേർഡ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ടോട്ടലി ഒരു ക്വസ്റ്റ്യൻ തന്നെ 10 മാർക്ക് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിരിക്കുന്നത്. സെക്ഷൻ A, സെക്ഷൻ B വരുന്ന സമയത്ത് സെക്ഷൻ Aയില് നമ്മളെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് ഓർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും എഴുതേണ്ട കാര്യമില്ല, അത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് പോവാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നുവിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നു നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലോക്ക് 2 യൂണിറ്റ് 3 വരുന്ന സ്പൈനൽ കോഡിനെ വെച്ച് തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ചോദിക്കുന്നത്, ഡിസ്കസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം ദി സ്ട്രക്ചർ ആൻഡ് പ്രൈമറി ഫങ്ഷൻസ് ഓഫ് ഹ്യൂമൻ സ്പൈനൽ കോഡ്. ഇവിടെ നിങ്ങൾ സ്പൈനൽ കോഡിന്റെ പിക്ചറും വരയ്ക്കണം എന്ന് സ്പെഷ്യലി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഡയഗ്രാം വരയ്ക്കുക, അത് ലേബിൾ ചെയ്യുക, എന്നിട്ട് അതിന്റെ ഓരോ സ്ട്രക്ചറിനെ എഴുതി അതിന്റെ ഓരോ പാർട്സിന്റെ ഫങ്ഷൻ എന്താണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം. 10 മാർക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, 300 വേർഡ്സിൽ എഴുതണം. നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മുടെ ന്യൂറോൺസിനെ പറ്റിയിട്ട് ബ്ലോക്ക് 1 തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. ന്യൂറോൺസ് ആർ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഓഫ് നെർവസ് സിസ്റ്റം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഇവിടെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ന്യൂറോൺസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ഹൗ ഇറ്റ്സ് ഫീച്ചർ റിലേറ്റഡ് ടു സിഗ്നൽ ട്രാൻസ്മിഷൻ കൂടെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ന്യൂറോണിക്സിന്റെ ആ ഒരു എന്താണ് ന്യൂറോ ട്രാൻസ്മിറ്റ് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ന്യൂറോൺ ടു അടുത്ത ന്യൂറോൺ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. പിക്ചറും വരയ്ക്കുക. ആൻഡ് ഓൾസോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പിക്ചർ വരച്ചിട്ട് പോകണമെന്നില്ല, ജസ്റ്റ് ഒരു കാര്യങ്ങളും അതിന്റെ പാർട്സുകൾ ലേബിൾ ചെയ്ത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് പോയാൽ മതി. പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ 300 വേർഡ്സിൽ എഴുതണം, കാരണം 10 മാർക്കിനാണ് എഴുതേണ്ടത്.
പിന്നെ അടുത്ത് വരുന്നത് ബ്ലോക്ക് 1 തന്നെയുള്ള സിനാപ്റ്റിക് ട്രാൻസ്മിഷന്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ വരുന്ന ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്സ് ഇൻ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ആണ് ചോദിച്ചത്. ആ ഒരു സിനാരിയോ വെച്ചിട്ട് ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഇനി നമ്മളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 2 ന്യൂറോപ്ലാസ്റ്റിസിറ്റിനെ പറ്റി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ നിങ്ങൾക്ക് റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. കുറച്ചുകൂടെ അഡ്വാൻസ് രീതിയിലാണ്. ആൻഡ് ഇവിടെ വാട്ട് ആർ ദ ലിമിറ്റ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്നുള്ള ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്യുക, റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സെക്ഷൻ 2 വരുവാണെങ്കിൽ സെക്ഷൻ 2 ബ്ലോക്ക് 4 യൂണിറ്റ് 6 പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ പറ്റിയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അബ്നോർമൽ ഹോർമോൺ ലെവൽസിലുള്ള ഒരു കാര്യങ്ങളും ഒരു പേഷ്യന്റിന്റെ ആ ഒരു കറന്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് ചോദിച്ചത്. ഇവിടെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഡിസ്കസ് ദ സ്ട്രക്ചർ, ഫംഗ്ഷൻ ആൻഡ് റെഗുലേറ്ററി റോൾ ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരു എസ്സേ ടൈപ്പിൽ ഒരു 10 മാർക്കിനുള്ള 300 വേർഡ്സിൽ എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. പിന്നെ ഉള്ളത് യൂണിറ്റ് 4 ബ്ലോക്ക് 2 വരുന്ന ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്കറിയാം സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം, ആ ഒരു 2 സിസ്റ്റം തമ്മിലുള്ള ഡിഫറൻസും കാര്യങ്ങളും ഫസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ അടുത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ടേബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഫിസിയോളജിക്കൽ റെസ്പോൺസ്, ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഒരു സിനാറിയോ വെച്ചിട്ട് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ലൈൻ ബൈ ലൈൻ വായിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നെക്സ്റ്റ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് കേസ് സ്റ്റഡി ആണ് ചോദിക്കുന്നത്. അതായത് നമ്മുടെ സ്പ്ലിറ്റ് ബ്രെയിൻ റിസർച്ചിന്റെ സമയത്ത് ബ്രെയിൻ ലാറ്ററൈസേഷന്റെ കാര്യവും അതുപോലെ തന്നെ ബ്രെയിനിന്റെ ലാറ്ററൈസേഷൻ ആയിട്ട് വരുന്ന സമയത്തുള്ള ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മളുടെ അത് ഡേ ടു ഡേ ലൈഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ക്ലാസിക് എക്സ്പെരിമെന്റും വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ബിഹേവിയറൽ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലും നമുക്ക് ഈ ഒരു 7ാമത്തെ ക്വസ്റ്റ്യൻസിൽ നമ്മളുടെ പോയിന്റ്സുകളും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി 8ാമത്തെ ഫൈനൽ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ തൈറോയിഡ് ആൻഡ് പാരാതൈറോയിഡ് ഗ്ലാൻഡ്സിന്റെ ഹോമിയോസ്റ്റാസിസിനുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. അതുപോലെ തന്നെ അതിന്റെ റോളുകളും ആൻഡ് സ്ട്രക്ചർ പ്ലസ് ഫങ്ഷന്റെയും കാര്യങ്ങളും പറ്റിയിട്ട് നമ്മൾ പ്രിസൈസ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മളുടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 8. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതി നോക്കുക. നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത് നിങ്ങൾ 300 വേർഡ് ലിമിറ്റ് മൈൻഡിൽ വെക്കുക, 10 മാർക്കാണ് എന്നുള്ളത് മൈൻഡിൽ വെക്കുക, ടൈം മാനേജ്മെന്റ് നോക്കുക. ആൻഡ് ഇതിനുശേഷം നിങ്ങൾ ആപ്പിൽ കൊടുത്ത ആൻസർ കീ ആയിട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇത്തരം ഏരിയാസ്, ഇപ്പൊ കൊടുത്ത ഏരിയാസ് എല്ലാം കുറച്ചും കൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും. ബയോസൈക്കോളജി എന്ന് പറഞ്ഞാൽ എത്രത്തോളം കണ്ടന്റ് നിങ്ങൾക്ക് അറിയോ അത് അത്രത്തോളം നിങ്ങൾ നമ്മുടെ പേപ്പറിലോട്ടേക്ക് എഴുതാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക. ബിക്കോസ് ഇതിലുള്ള ഓരോ ടേംസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കും കേൾക്കുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക. ഈ പറഞ്ഞ ഏരിയാസ് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. ഏറ്റവും ഹൈ റെലവെന്റ് ഏരിയ അല്ലെങ്കിൽ ഹൈ ചാൻസ് ഏരിയ എന്ന് പറഞ്ഞത് എന്തായാലും പഠിക്കുക. ലോ ചാൻസ് ഏരിയ എന്ന് പറഞ്ഞത് വിട്ടുകളയാതെ ഇപ്പോൾ മെൻഷൻ ചെയ്ത ഏരിയാസ് എങ്കിലും നിങ്ങൾ മാക്സിമം പഠിച്ച് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സാം മാക്സിമം ഈസി ആയിട്ട് വരാൻ സാധിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടി നോക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.